ഒരു ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകളുണ്ട്, വേർപെട്ട ഒരു ജീവിതമുണ്ട്. അവരെക്കുറിച്ച് പറഞ്ഞ കാട്ടുപോത്തിൻ്റെ ഫലമുണ്ട്. വേർപെട്ട് ജീവിക്കും. വേർപാടെന്ന് പറയുമ്പോൾ പുറമെയുള്ള വേർപാടിൽ ലോകപ്രകാരം ജീവിക്കുന്ന ധാരാളം വിശ്വാസികൾ എനിക്കറിയാം. പെന്തക്കോസ്ത് പാരമ്പര്യങ്ങൾ പറയുന്നവർ. ഞാനതല്ല, അന്ന് ദൈവഭക്തിയോട് ജീവിക്കുന്നവരുണ്ട്, വളരെ ഭയഭക്തിയോട് വേർപെട്ട് ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. വീണ്ടും നമ്മൾ പറയുന്നു, അവിടെ ആമേൻ വളരെ ഗൗരവപരമായി ശ്രദ്ധിക്കണം. നമ്മൾ ലോകപ്രകാരമല്ല നമ്മൾ ജീവിക്കുമ്പോൾ ദൈവവ്യവസ്ഥയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അവിടെ ആ ക്രൂശിൽ അതാണ് സംഭവിച്ചത്. അവൻ്റെ തലയെ തകർത്ത് നമുക്ക് ജയം തരികയാണ്. അപ്പം അവൻ നമ്മുടെ ശത്രുവാണ്, അവൻ പഴയ പാമ്പാണ്, പിശാചാണ്. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. എനിക്കൊരു ഹിന്ദു സഹോദരനെ കണ്ടാൽ എനിക്ക് ആ വ്യക്തിയോടൊരു വിരോധവുമില്ല, ഒരു മുസ്ലിം സഹോദരനെ കണ്ടാൽ വിരോധമൊന്നുമില്ല. പക്ഷേ എൻ്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി അദ്ദേഹം ഇന്നൊരു കാര്യം ചെയ്യണം, ഞങ്ങളുടെ ഇന്നൊരു കർമ്മങ്ങളിൽ ഞങ്ങളുടെ ഇന്നൊരു കാര്യം പോലെ വളരെ സ്നേഹത്തോട് തന്നെ എനിക്ക് പറ്റത്തില്ലെന്ന് പറയാൻ കഴിയും. ഞങ്ങളുടെ ചില കാര്യങ്ങൾ, ഞങ്ങളുടെ തീരുമാനങ്ങളിൽ ഞങ്ങളോട് ഇങ്ങോട്ട് തന്നെ പറയും, വിളിച്ചാൽ വരത്തില്ലെന്നറിയാം, പക്ഷേ വിളിക്കേണ്ട ഒരു കടപ്പാടുണ്ടല്ലോ എന്നാ പറയുന്നു. അപ്പോൾ ആ ഒരു വേർപാട് നമ്മളെല്ലാം ഒരുപോലെയാണ് നമ്മൾ ചിന്തിക്കല്ലേ. ഇന്ന് എല്ലാം മറന്നു പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, അവരെ നേടണം നീ. പക്ഷേ ഒന്നിലും ദൈവികമല്ലാത്ത കാര്യങ്ങൾ നീ കോംപ്രമൈസ് ചെയ്യല്ലേ. പാപമാണെന്നും തെറ്റാണെന്ന് നീ പറയണം. അവരെ ആ ദൈവവചനത്തിലേക്ക് അവരെ നേടുവാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്. ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനത് പാടില്ല, ഞങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതിനെ ഇന്ന് സഭകളല്ലാതെ മറന്നു പോകുന്നൊരു കാലം. ഒരു വിഭാഗം അതിനെ വളരെ ഭയഭക്തിയോടെ ഇന്നും സൂക്ഷിക്കുന്നു. എന്നാൽ ഇന്ന് പലതും വേറൊരു ലെവലിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നു. വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഉപദേശം തരികയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യം തുടങ്ങണം. ടോപ്പിക്ക് തന്നെ ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യമാണ്. ഇത് തൊടാതെ പാപം എങ്ങനെ പ്രവേശിച്ചു, പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ എങ്ങനെയാണ്, ഇതെങ്ങനെ വന്നു, അതിൻ്റെ പ്രതിവിധി പറയുന്നതിന് മുമ്പ് അതേക്കുറിച്ചൊന്ന് പറയെങ്കിൽ അതാണ് നിഴലുകളാണ് പൊരുളുകളിലേക്ക് വരുന്നത്. അടുത്ത് പറയുകയാണ്, ദൈവത്തെ ഒന്നും ആശ്ചര്യപ്പെടുത്തുന്നില്ല, എല്ലാം ദൈവത്തിൻ്റെ മുൻനിർണയമാണ്. സർവശക്തനായ സർവജ്ഞാനിയായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ വീണ്ടെടുക്കാനുള്ള പദ്ധതി. ഞാൻ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ ദൈവാത്മാവ് തന്ന വെളിപ്പാടിൽ നോട്ട് ചെയ്ത ഭാഗങ്ങളാണ്. ഇതാകുമ്പോൾ റെഫറൻസ് നമുക്ക് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ദൈവത്തെ ഇതൊന്നും ആശ്ചര്യപ്പെടുത്തില്ല. കുരുതോട് വറ്റുമ്പോൾ ഏലിയാവ് ചിന്തിച്ച് കാണും, പെട്ടെന്ന് ഇതെല്ലാം വരണ്ടല്ലോ, ഇനി എങ്ങനെ? ദൈവം മുന്നമേ ദൈവം അടയ്ക്കുന്നതിനും ഒരു വാതിൽ നിൻ്റെ മുമ്പിൽ അടയുന്നതിന് മുമ്പ് തന്നെ ദൈവം ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിൽ ഒരു ദൈവപൈതലാണോ എവിടെയെങ്കിലും ബ്ലോക്ക്, എവിടെയെങ്കിലും ഡ്രൈനസ് എന്തെങ്കിലും വരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഒരു വാഹനത്തിന് എമർജൻസി ഡോറുള്ള പോലെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഒരു തടസ്സങ്ങൾ, എന്തെങ്കിലും എതിരുകൾ, അല്ലെ ചില കാര്യങ്ങൾ കാണുന്നില്ല, ഞാൻ അടുത്ത ദൈവം എനിക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നൊരു വാതിലുണ്ട്. യു ക്യാൻ സീ ത്രൂ ദ സ്പിരിറ്റ്. ആത്മാവിൽ മാത്രമേ അത് കാണാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ചെങ്കടലിന് മുമ്പിൽ കടന്നുകൊണ്ട് ഞങ്ങളെ അവിടെ മരുഭൂമിയിൽ എന്തിനാ കൊണ്ടുവന്ന്, ഞങ്ങൾക്ക് അവിടെ മിസ്രൈമിൽ ശൗക്കുഴിയില്ല ഞാണോ എന്ന് ചോദിക്കുന്ന ജനത്തെ കൂടെ വിലപിക്കുന്ന ധാരാളം വിശ്വാസികളുണ്ട്. പക്ഷെ ആത്മക്കണ്ണ് തുറന്ന് നീ കണ്ടാൽ നിൻ്റെ പ്രശ്നത്തിന് ഒരു ദൂതായിട്ട് ഏറ്റെടുത്താൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. വിശ്വാസം കണ്ണോടെ കാണുമ്പോഴാണ് ചെങ്കടൽ അവരുടെ മുൻപിൽ പുലരുന്നത്. നന്ദിയോടെ സ്തുതി. കയ്പിൻ്റെ മാറയിൽ മോശ വിശ്വാസ കണ്ണോടെ കാണുമ്പോഴാണ് ആ കമ്പിടുമ്പോൾ അത് മധുരമാകുന്നത്. യോർദാനിൽ പുരോഹിതന്മാർ കാല് ചവിട്ടുന്നതിന് മുമ്പ് യോശുവ പറഞ്ഞ്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അവർ വിശ്വാസ കണ്ണോടെ കാണുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു, ദൈവവേദലേ, വിശ്വാസങ്ങൾക്ക് ദൈവവേദലേ. ഇതൊന്നും യാദൃച്ഛ, ദൈവത്തിന് ഇതൊരു ആക്സിഡൻ്റ് എന്നല്ല, ദൈവത്തിന് ഇതെല്ലാം മുന്നമേ പദ്ധതി. അതാണ് ഈ തകർച്ചയ്ക്കും പരാജയത്തിനും മുമ്പ് പരിഹാരമായി തൻ്റെ പുത്രനെ, ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഞാൻ വീണ്ടും മടങ്ങി വരട്ടെ. റോമർ 5:14, എങ്കിലും വരുവാനുള്ളതിൻ്റെ പ്രതിരൂപമായ ആദമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ആദമിലാണ്, നമ്മുടെ ആദ്യപിതാവായ ആദമിലാണ് പാപം തുടങ്ങുന്നത്. ആദമിലാണ് നീ ജനിച്ചതെങ്കിൽ അതാണ് എൻ്റെ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ആദമിൽ ജനിക്കുന്ന വ്യക്തി, ആദമിൽ ജീവിച്ച് നീ മരിക്കുമ്പോൾ നീ ശാപത്തിലാണ്, നിത്യമായ മരണത്തിലാണ്. രണ്ടാം മരണത്തിൽ നിനക്കത് രക്ഷപ്പെടാൻ കഴിയത്തില്ല, ആത്മാവിൻ്റെ മരണത്തിൽ നിന്ന്. എന്നാൽ ആദമിൽ നിന്ന് ക്രിസ്തുവിൽ കയറുന്നൊരു അനുഭവമുണ്ട്. അതാണ് ദൈവരാജ്യം. അതാണ് ഒരു മനുഷ്യൻ ഒരു നിധി കണ്ടിട്ട് താനത് മറച്ചു വെച്ച് തനിക്കുള്ളതിൻ്റെ വിറ്റ് താൻ ആ വയല് വാങ്ങുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലേലിയ. വചനത്തിൻ്റെ വാതിലൂടെ തുറന്നിരുന്ന പരിശുദ്ധാത്മാവിനെ നന്ദി പറയുന്നു. അപ്പോൾ ആ നിധിയാണ് ദൈവരാജ്യം. അതാണ് ക്രിസ്തുവിൽ ജനിക്കുക, ജീവിക്കുക, മരിക്കുക. ശ്രദ്ധിക്കണമേ പ്രാർത്ഥനയോടെ. ക്രിസ്തുവിൽ ജനിക്കുക,
ജീവിക്കുക, മരിക്കുക. ഇതാണ് നിത്യതയിലേക്ക്. നിക്കോദീമോസിനോട് പറഞ്ഞു, ദൈവരാജ്യം എന്തുവാണ്? നീ വീണ്ടും ജനിക്കാതെ കാണത്തില്ല, ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ലെങ്കിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. ഞാൻ ഈ ഭാഗത്തിലേക്ക് ഞാൻ വീണ്ടും തൊട്ട് പറയുകയാണ്. എങ്കിലും വരുവാനുള്ളതിൻ്റെ റോമർ 5:14 പ്രതിരൂപമായ ആദമിൽ ലംഘനത്തിനു തുല്യം പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണ്ടിരുന്നു. മോശ വരെ എന്നവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ന്യായപ്രമാണ കാലം വരെ ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ് ആരംഭിക്കുമ്പോൾ മുതൽ കൃപായുഗം തുടങ്ങിയാണ്. ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ് വരുമ്പോൾ കൃപായുഗം തുടങ്ങി. വീണ്ടും പറയട്ടെ, ക്രിസ്തുവിൽ തുടങ്ങുമ്പോൾ അവിടെ കൃപ വരികയാണ്, അവിടെ കരുണ വരികയാണ്, അവിടെ ദയ വരികയാണ്, ദൈവസ്നേഹം വെളിപ്പെടുകയാണ്, ദൈവരാജ്യം അവിടെ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. നാം ഇതുവരെ പാപം എങ്ങനെ മനുഷ്യജാതിയിൽ ഉളവായി എന്നത് ചുരുക്കമായി നാം മനസ്സിലാക്കി. എന്നാൽ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഐച്ഛിക വിഷയമായതിനാൽ അവിടെ നിന്ന് ഉൽപ്പത്തി 3:15 പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത നിവൃത്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തുറക്കും, നിനക്കും സ്ത്രീക്കും പാമ്പിനും. സ്ത്രീ പ്രതിപാദിപ്പിക്കുന്ന വഞ്ചിക്കുന്ന സ്ത്രീയെ അവിടെ, അതുകൊണ്ടാണ് സ്ത്രീയിലൂടെ ദൈവം ഒരു പദ്ധതി, കന്യകയിലൂടെ ഉരുവാകുന്ന സ്ത്രീയുടെ സന്തതി എന്ന് പറയത്തക്കവണ്ണമാണ് ദൈവം പദ്ധതി ചെയ്യുന്നത്. അല്ലെ, അങ്ങനെ ഒരു ആവശ്യമില്ല. ഒരു ദൈവപുത്രന് ദൈവമായി ഭൂമിയിൽ അവതരിക്കാം, ഒരു ദൂതനെ പോലെ വന്ന് ചെയ്യാം. പക്ഷേ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ വാഗ്ദത്തം സ്ത്രീയുടെ സന്തതി സർപ്പത്തിനെ തല. 1 തീമോത്തി 2:14 ആദമല്ല സ്ത്രീയത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലകപ്പെട്ട്. പൗലോസ് പറയും, ആദമല്ല സ്ത്രീയത്രേ. സ്ത്രീകളെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ബലഹീന പാത്രമെന്ന് വേദപുസ്തകം പറയുന്നു. പല കാര്യങ്ങളും നല്ലത് തന്നെ, പക്ഷേ വഞ്ചിക്കപ്പെടാൻ എപ്പോഴും പ്രലോഭനങ്ങൾ വരുന്ന നിങ്ങളിലാണ്. വളരെ സൂക്ഷിച്ച്. നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും ശത്രുത ഉണ്ടാക്കും. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത് ഈ തിരുവെഴുത്ത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് മനുഷ്യാവധി. ഇതുകൊണ്ടാണ്, ഈ തിരുവെഴുത്ത് കൊണ്ടാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് അവിടെ യേശു ക്രിസ്തു ഭൂമിയിൽ വചനം ജഡമായി തുറന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശു ക്രിസ്തുവിലൂടെ അത് ആരംഭിക്കുകയാണ്.